ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിവാഹയോഗം എപ്പോൾ, നിങ്ങളുടെ ജാതകത്തിൽ വിവാഹയോഗം എപ്പോൾ. ഇത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ്. ചെറുപ്പക്കാരായ എല്ലാ ആളുകൾക്കും തങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതേക്കുറിച്ചാണ്, ആ യോഗകാലത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ വിവാഹയോഗം എപ്പോൾ. ഇപ്പോൾ വിവാഹം, നമ്മൾ കളത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ജാതകവശാൽ 7ാം ഭാവത്തെ കൊണ്ടാണ്. അപ്പോൾ 7ാം ഭാവം എന്താ പറയുന്നത്? വിവാഹമദനാലോക ഭാര്യാഭർത്തൃ സമാഗമാഹ ശയ്യസ്ത്രീ സത്മനഷ്ടാർത്ഥ മൈഥുനാനാദി സപ്തമേൽ എന്നാണ് 7ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത്. അതായത് 7ാം ഭാവം വിവാഹം, കാമവിശേഷം, ദർശനം, ഭാര്യ, ഭർത്താവ്, പോകുക വരിക, ഇവയും ശയനോപകരണങ്ങൾ, ഭാര്യയുടെ വീട്, നഷ്ടപ്പെട്ട ധനം, മൈഥുനം എന്നിവയും 7ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അതിനാൽ തന്നെ 7ാം ഭാവം ഒരു മുഖ്യ ഭാവമായി തീരുന്നു നമ്മുടെ ജാതകത്തിൽ. ഇനി ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിധികൾ പറയാം. നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹങ്ങളുടെ ദശാകാലത്താണെന്നുള്ളത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാ അപഹാരകാലത്തും 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ കാലത്തും 7ാം ഭാവാധിപന്റെ ദശാകാലത്തും 7ാം ഭാവാധിപൻ സ്ഥിതി ചെയ്യുന്ന രാശിനാഥന്റെ ദശാകാലത്തും 7ാം ഭാവത്തിന്റെ നവാംശാധിപന്റെ ദശാകാലത്തും ചന്ദ്രൻ, ശുക്രൻ ഇവയിൽ ബലമുള്ള ഗ്രഹത്തിന്റെ ദശാകാലത്തും 2ാം ഭാവാധിപന്റെ നവാംശാധിപന്റെ ദശാകാലത്തും രാഹുവിന്റെ ദശാകാല അപഹാരങ്ങളിലും വിവാഹയോഗമാണ്. ജാതകത്തിൽ 2, 5, 7, 9, 11 ഭാവാധിപതികളിൽ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കും. ഇനി 2ാം ഭാവാധിപതി, 7ാം ഭാവാധിപതി ഇവരുമായി യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കും. ശുക്രനുമായി യോഗം ചെയ്യുന്ന ഗ്രഹം 7ാം ഭാവാധിപന്റെ മിത്രമായാൽ ആ ഗ്രഹത്തിന്റെ ദശാപഹാരകാലങ്ങളിൽ വിവാഹം നടക്കും. ഇനി ജാതകത്തിൽ ശുക്രൻ നിന്ന നക്ഷത്രാധിപതിയുടെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കും. 7ലെ രാഹുകേതുക്കൾക്ക് 1, 5, 9 ഭാവാധിപന്മാരുമായി യോഗം ചെയ്താൽ അവരുടെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കും. ശുക്രദശയിൽ 7ാം ഭാവാധിപന്റെ അപഹാരകാലത്തും 7ാം ഭാവാധിപന്റെ ദശയിൽ ശുക്രാപഹാരകാലത്തും വിവാഹയോഗമാണ്. 7ൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദശയിൽ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലങ്ങളിൽ വിവാഹം നടക്കും. 7ാം ഭാവാധിപന്റെ മിത്രഗ്രഹം ശുക്രനുമായി യോഗം ചെയ്താൽ ആ ഗ്രഹത്തിന്റെ ദശാപഹാരങ്ങളിൽ വിവാഹം നടക്കും. 7ലോ 2ലോ നിൽക്കുന്ന രാഹുകേതുക്കൾക്ക് ത്രികോണാധിപതികളുടെ യോഗം വന്നാൽ വിവാഹകാലമാണെന്നറിയുക. അപ്പോൾ മുൻഭാഗങ്ങളിലെ കുറെ ദശാപഹാര കാലങ്ങൾ പറഞ്ഞു. ഇവ കൂടാതെ വിവാഹം നടക്കാവുന്ന ഗ്രഹങ്ങളുടെ ദശയിൽ ആ ഗ്രഹത്തിന്റെ 7ൽ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ അപഹാരകാലങ്ങളിലും വിവാഹം നടക്കും. ഒരു ഗ്രഹം വിവാഹം നടത്താൻ കഴിവുള്ളവരാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ ദശയുടെ തുടക്കത്തിൽ തന്നെ വിവാഹം നടക്കും. ഇനി കൃഷ്ണമൂർത്തി പദ്ധതി പ്രകാരം റൂളിംഗ് പ്ലാനറ്റുകളെ കുറിച്ച് പറയാം. റൂളിംഗ് പ്ലാനറ്റായ 5 ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളിൽ 7ാം ഭാവത്തിൽ നിന്ന് 3, 5, 9 ഭാവാധിപതികളിൽ ഒരുവരോ ഇരുവരോ സഞ്ചരിക്കും കാലം വിവാഹം നടക്കും. ചാരവശാൽ സഞ്ചരിക്കും കാലം വിവാഹം നടക്കും എന്നാണ് എൻ്റെ അർത്ഥം.
ഏഴാം ഭാവാധിപന്റെ വൈരുദ്ധ്യ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിൽ വിവാഹ തടസ്സം ഏർപ്പെടും. ഏഴാം ഭാവാധിപന്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരകാലത്തെ വഞ്ചനയോ തടസ്സമോ വിവാഹം നിശ്ചയിച്ച് മുടങ്ങിപ്പോകാം. ജാതകത്തിൽ ഏഴാം ഭാവാധിപന് വക്രം വന്നാൽ വിവാഹ ആലോചനകൾ ഒരുപാട് നടത്തി അലയേണ്ടി വരുന്ന സ്ഥിതി കാണാറുണ്ട്. ഇനി ഗോചാരവശാൽ വിവാഹകാലം നോക്കാം. മുകളിൽ പറഞ്ഞ യോഗങ്ങളിൽ ഗോചാരാൽ ശുക്രൻ ലഗ്നാധിപൻ, സപ്തമാധിപൻ, ചന്ദ്രലഗ്നാധിപൻ ഇവർ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ ഏഴാം ഭാവം, 9-ാം ഭാവം, 5-ാം ഭാവം ഇവയിൽ വരുമ്പോൾ വിവാഹം നടക്കും. ലഗ്നാധിപതിയുടെ അംശരാശിയിൽ അഥവാ അവിടെ നിന്ന് 5, 7, 9 വ്യാഴം വരുമ്പോഴും ഏഴാം ഭാവാധിപതി വരുമ്പോഴും വിവാഹം നടക്കും. ചന്ദ്രൻ 2, 5, 7, 9, 11 വ്യാഴം സഞ്ചരിക്കും കാലം വിവാഹയോഗമാണ്. ജാതകത്തിൽ 2, 5, 7, 9, 11 ഭാവാധിപതികളിൽ ദശാപകാരങ്ങളിൽ വിവാഹം നടക്കും. ലഗ്നാധിപന്റെ സ്ഫുടം ഏഴാം ഭാവാധിപന്റെ സ്ഫുടവും കൂട്ടിയാൽ കിട്ടുന്ന സ്ഫുടരാശിയിലോ അതിന്റെ ത്രികോണരാശിയിലോ വ്യാഴം ചാരവശാൽ വരുമ്പോൾ വിവാഹം നടക്കും. ചന്ദ്രസ്ഫുടവും ഏഴാം ഭാവസ്ഫുടവും കൂട്ടിക്കിട്ടുന്ന രാശിയുടെ ത്രികോണത്തിൽ ഗുരു ഗോചാരവശാൽ വരുമ്പോൾ വിവാഹം നടക്കും. ശുക്രദശയിലോ ഏഴാം ഭാവാധിപന്റെ ദശയിലോ ചാരവശാൽ ലഗ്നാധിപൻ 7-ൽ പ്രവേശിക്കുമ്പോൾ വിവാഹയോഗമാണ്. ഗോചാരത്തിൽ ഗുരു ശുക്ര സ്ഥിതരാശിയിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹകാലമാണ്. ഏഴാം ഭാവാധിപതി നിൽക്കുന്ന രാശിയുടെ ത്രികോണരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വിവാഹയോഗമാണ്. മുകളിൽ വിവാഹത്തിന് അനവധി യോഗങ്ങൾ പറഞ്ഞുവെങ്കിലും ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും യോഗങ്ങളും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും യോഗവും പിന്നെ വൈരുദ്ധ്യ നക്ഷത്ര സ്ഥിതിയും മനസ്സിലാക്കി വേണം കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ എന്ന് ജ്യോതിഷ അനുഭവജ്ഞാനം. അപ്പോൾ നിങ്ങളുടെ വിവാഹകാലം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ വിവാഹത്തിൽ വരുന്ന തടസ്സങ്ങൾക്കുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് അതായത് ഉമാമഹേശ്വരി പൂജ, സ്വയംവര പുഷ്പാഞ്ജലി മുതലായ പൂജകളെല്ലാം ചെയ്ത് നിങ്ങളുടെ വിവാഹങ്ങൾ ശുഭമായി നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. നന്ദി, നമസ്തേ.